കോമൻസിൽ ആരോ എന്നോട് ചോദിച്ചായിരുന്നു ആദ്യമായിട്ട് ജർമ്മനിയിലോട്ട് വരുമ്പോ എന്തൊക്കെ കൊണ്ടുവരണമെന്ന്. സോ ദിസ് ഇസ് എ പാക്കിംഗ് ലിസ്റ്റ് ഫോർ പീപ്പിൾ മൂവിംഗ് ടു ജർമ്മനി ഫോർ ദ ഫസ്റ്റ് ടൈം. എന്തൊക്കെ കൊണ്ടുവരണമെന്ന് മാത്രമല്ല അത് എന്തുകൊണ്ടാണ് ഇതൊക്കെ കൊണ്ടുവരണമെന്നും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയാം കേട്ടോ. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ക്യാഷ് ആണ്. ജർമ്മനിയിൽ എല്ലായിടത്തും കാർഡ് എടുക്കണം, ഡിജിറ്റൽ പേയ്മെന്റ്സ് എടുക്കണം എന്ന് നിർബന്ധമില്ല. പലപ്പോഴും പല ഇന്റർനാഷണൽ ഡെബിറ്റ് കാർഡ്സും വർക്ക് ചെയ്യാത്ത സാഹചര്യങ്ങൾ ജർമ്മനിയിൽ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ടു ബി ഓൺ ദ സേഫ് സൈഡ് ഓൾവേസ് ക്യാരി ക്യാഷ് ഇനഫ് ഫോർ 1 to 2 weeks. സെക്കൻഡ് വൺ, ഡോക്യുമെന്റ്സ് ആൻഡ് ദർ കോപ്പീസ്. ഇതിന്റെ കോപ്പീസ് ക്യാരി ചെയ്യണമെന്ന് ഞാൻ പറയുന്ന കാരണം വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒത്തിരി ഡോക്യുമെന്റ്സ് പല സ്ഥലങ്ങളിലും സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. കോപ്പിയിങ് പ്ലേസ് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് കോപ്പീസ് കയ്യിൽ കരുതുക. അപ്പൊ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത്? നമ്പർ 1 ഇസ് യുവർ പാസ്പോർട്ട് വിസ ആൻഡ് അതിന്റെ കോപ്പീസ്. കാരണം അഗൈൻ പല സ്ഥലത്ത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. സോ യു നീഡ് ടു ഹാവ് എനഫ് കോപ്പീസ്. ബയോമെട്രിക് ഫോട്ടോസ്. അഗൈൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പാസ്പോർട്ട് ഫോട്ടോ എവിടെ നിന്ന് എടുക്കേണ്ടതെന്നൊന്നും നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം വരുമ്പോൾ അറിയണ്ടാവില്ല. സോ ഇറ്റ്സ് ബെറ്റർ ടു ഹാവ് ബയോമെട്രിക് ഫോട്ടോസ്. യു വിൽ നീഡ് യുവർ റെന്റൽ കോൺട്രാക്ട് ഓർ പ്രൂഫ് ഓഫ് ഹൗസിംഗ്. പിന്നെ ഫൈനാൻഷ്യൽസ്. സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ പൈസ ഉണ്ടെന്നുള്ള ഒരു കാര്യമൊക്കെ. പിന്നെ നിങ്ങളുടെ വർക്ക് കോൺട്രാക്ട്, ഹൗസ് ബിൽഡിംഗ് കോൺട്രാക്ട് ഓർ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ലെറ്റർ വിച്ച് എവർ ഇസ് ആപ്ലിക്കബിൾ ഫോർ യു. യു നീഡ് യുവർ ട്രാവൽ ഹെൽത്ത് ഇൻഷുറൻസ്. ഇവിടെ വന്നിട്ടായിരിക്കും നിങ്ങൾ ഇവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലോട്ട് എൻറോൾഡ് ആവുക. പക്ഷെ അതുവരെ നിങ്ങൾക്ക് ട്രാവൽ ഇൻഷുറൻസ് വേണം. യുവർ ബർത്ത് സർട്ടിഫിക്കറ്റ് ആൻഡ് മാരേജ് സർട്ടിഫിക്കറ്റ് ഇഫ് ആപ്ലിക്കബിൾ. ഈ സർട്ടിഫിക്കറ്റ്സ് യൂഷ്വലി നമുക്ക് നാട്ടിൽ ഡിജിറ്റലൈസ്ഡ് ആണ്. സോ ഒരു ഫിസിക്കൽ ഒപ്പില്ലാത്തതുകൊണ്ട് ഇറ്റ് കെൻ കോസ് പ്രോബ്ലംസ്. യൂഷ്വലി ജർമ്മനി ഈസ് വെരി ബ്യൂറോക്രാറ്റിക്, വെരി ഓൾഡ് ഫാഷൻ ആൻഡ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. അപ്പോൾ ഇറ്റ്സ് ബെറ്റർ അത് അപ്പോസ്റ്റൽ ചെയ്തിട്ട് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. ഈ അപ്പോസ്റ്റൽ പ്രോസസ് എന്താണെന്ന് അറിയില്ലെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ് ടു ഐ ആൻസർ. തേർഡ് ഓൺ മൈ ലിസ്റ്റ് കിച്ചൺ എസെൻഷ്യൽസ് ആണ്. ഫസ്റ്റ് ഓൺ ദ ലിസ്റ്റ് പ്രഷർ കുക്കർ ആണ്. നമുക്ക് അത്യാവശ്യം ചോറ് വെച്ച് കഴിക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ട്സ് ആരും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ബേസിക് പോട്ട്സ് ആൻഡ് പാൻസ് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. കാരണം ഫസ്റ്റ് വരുന്ന ദിവസം തന്നെ പോകാൻ പറ്റില്ലല്ലോ. സോ ബേസിക് പോട്ട്സ് ആൻഡ് പാൻസ്, ഡോണ്ട് ബ്രിങ് ടു മെനി, 1 or 2. പിന്നെ ഐ വുഡ് റെക്കമെൻഡ് ബ്രിങ്ങിങ് 1 to 2 kilograms ഓഫ് റൈസ്. ഒരു 1-2 കിലോ അരി ഒരു കുറച്ച് ദിവസത്തേക്ക് പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട്. സോ പിന്നെ ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. കുറച്ച് പിക്കിൾസ്, ഫുഡ് എക്സെട്ര. കാരണം നമുക്ക് എഗൈൻ ഒരാഴ്ച പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു പ്രഷർ കുക്കറും കുറച്ച് അരിയും കുറച്ച് അച്ചാറും ഉണ്ടെങ്കിൽ ജീവിച്ചു പോവാം. പിന്നെ വരുന്ന വഴി നമുക്ക് നൊസ്റ്റാൾജി അടിക്കാതിരിക്കാൻ സ്നാക്സ്, ലോട്ട്സ് ഓഫ് സ്നാക്സ്. ഗ്രോസറിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ മേടിക്കാൻ കിട്ടും. എന്നാലും ഒരാഴ്ച പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം. പിന്നെ നാച്ചുറലി മസാലാസ് ഒക്കെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതും കൊണ്ടുവരാം. നാട്ടിലെ രുചികൾ മിസ് ചെയ്യുമ്പോൾ അത്യാവശ്യം കുക്ക് ചെയ്യാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, സാമ്പാർ പൊടി, പുളി എക്സെട്ര എക്സെട്ര. ഫോർത്ത് ഓൺ ദ ലിസ്റ്റ് ഇലക്ട്രോണിക്സ് ആണ്. സോ യുവർ ലാപ്ടോപ്പ്, ഫോൺ, ഓൾ ഓഫ് ദാറ്റ് ആൻഡ് an adapter. EU plug point is slightly different than the India one. അപ്പോൾ അതിനൊരു അഡാപ്റ്റർ കൊണ്ടുവരേണ്ടി വരും. നെക്സ്റ്റ് ഓൺ ദ ലിസ്റ്റ് ക്ലോതിങ് ആണ്. സ്റ്റാർട്ടിങ് വിത്ത് ഷൂസ്. സോ ടു മൈ ബ്യൂട്ടിഫുൾ ലേഡീസ്, സ്റ്റിലറ്റോ ഹീൽസ് ഒക്കെ വീട്ടിൽ വെച്ചേക്കൂ. അത് ഇടാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും കിട്ടുക. സോ ബൈ കംഫർട്ടബിൾ ഷൂസ് ദാറ്റ് യു ക്യാൻ വാക്ക് ഇൻ. നാട്ടിലെ സ്റ്റൈൽ ഓഫ് ഷൂസും ഇവിടുത്തെ സ്റ്റൈൽ ഓഫ് ഷൂസും കുറച്ച് ഡിഫറെൻ്റ് ആണ്. എസ്പെഷ്യലി ബിക്കോസ് ഇവിടെ കോബിൾ സ്റ്റോൺ റോഡ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് സ്റ്റിലറ്റോസ് വിൽ നോട്ട് വർക്ക്. ബൂട്ട്സ് ഒക്കെ ഉണ്ടാവും ആൻഡ് യു കെൻ ബൈ ഫ്രം ഹിയർ. അത് നാട്ടിലേക്കാളും നന്നായിട്ട് ഇവിടെ കിട്ടും. സോ buy some comfortable shoes, 1 or 2 pairs at least that you can walk in. Next would be jackets. നാട്ടിൽ നിന്ന് മേടിക്കുന്നെങ്കിൽ go to Decathlon because നമ്മുടെ ഇവിടുത്തെ വെതറിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ജാക്കറ്റ്സ് ഡെക്കാത്hlonൽ കിട്ടും. ഫാഷനബിൾ വൺസ് നേക്കാൾ കൂടുതൽ ഫങ്ഷണൽ വൺസ് നോക്കുക. നാട്ടിൽ ജനറലി ഫാഷനബിൾ ആയിട്ട് കാണുന്ന ജാക്കറ്റ്സ് തിന്നർ ആണ്. ഇവിടുത്തെ വെതറിന് അത് പറ്റിയല്ല. സോ ഇറ്റ്സ് ബെറ്റർ ഇവിടെ വന്നിട്ട് മേടിക്കുക. So go for functional ones in Decathlon as a first jacket. Pinna, you will need thermals depending on when you are coming here. But having 2 to 3 pairs of thermals, especially if you're using public transport or walking around, thermals are important. So have 2 to 3 pairs. You can never have enough socks. So buy as many as you want. Pinna, basic clothing. Usually basic na parnu kayinal winter weathers aaning you will have thermal underwear. Then you will have a t-shirt or something on top of it. Then you have a sweatshirt and then pants and a jacket. Depending on how cold the weather is, you might have to layer it up a little more. Akshay, you have to bring some t-shirts, sweatshirts, pants and jackets. And beautiful summer dresses, you can carry a few. Germany, usually there is only a very small window where you can wear summer outfits. So weight restriction ഉണ്ടെങ്കിൽ ഒത്തിരി പാക്ക് ചെയ്യേണ്ടത് you make the choice. നിങ്ങൾ ജോലിക്ക് വേണ്ടിയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഫോർമൽ ഔട്ട്ഫിറ്റ്സ് ആവശ്യമുണ്ട്. പക്ഷെ നിങ്ങൾ പഠിക്കാനാണ് വരുന്നതെങ്കിൽ ഒരു ഫോർമൽ ഔട്ട്ഫിറ്റ് മതിയാവും. നെക്സ്റ്റ് ഓൺ മൈ ലിസ്റ്റ് ടോയ്ലറ്ററീസ് ആണ് കേട്ടോ. നിങ്ങളുടെ ബേസിക് ടോയ്ലറ്ററീസ് ലൈക്ക് ബ്രഷസ്, ക്രീംസ്,
മോയ്സ്ചറൈസേഴ്സ് ഒക്കെ നമ്മളെ നാട്ടിലുള്ള മോയ്സ്ചറൈസേഴ്സ് ഇവിടുത്തെ തണുപ്പിനൊന്നും നിൽക്കുകയില്ല കേട്ടോ. അത് ഇവിടെ നിന്ന് മേടിക്കണം. എന്നാലും ബ്രിങ് എ ബേസിക് ക്രീംസ്, ലിപ് ബാംസ്, ഷാംപൂ ഇതെല്ലാം ഒരു ട്രാവൽ സൈസിൽ മതി കേട്ടോ. ജസ്റ്റ് ഇനഫ് ടു സർവൈവ് ഫോർ എ കപ്പിൾ ഓഫ് വീക്സ് അൺടിൽ യു കൻ ഗോ ഷോപ്പിംഗ്. ദെൻ വാട്ട് എൽസ്? കോസ്മെറ്റിക്സ് എക്സെട്ര. നെക്സ്റ്റ് ഓൺ ദി ലിസ്റ്റ് മെഡിസിൻസ് ആണ്. നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ് എടുക്കുന്നവരാണെങ്കിൽ കുറച്ച് നാളത്തേക്കുള്ള സ്റ്റോക്ക് കൊണ്ടുവരണം ആൻഡ് ബ്രിങ് ദ പ്രിസ്ക്രിപ്ഷൻ വിത്ത് യു. കാരണം ഒത്തിരി മെഡിസിൻസ് അക്രോസ് ബോർഡർ കൊണ്ടുവരുവാണെങ്കിൽ യു വിൽ നീഡ് ദ പ്രിസ്ക്രിപ്ഷൻ. പിന്നെ പാരസെറ്റമോൾ, വിക്സ്, ഐബുപ്രൂഫൻ, അങ്ങനെ ബേസിക് ആയിട്ടുള്ള നുസ്ക് മരുന്നുകളൊക്കെ കുറച്ച് കൊണ്ടുവരാം. എന്റെ ലിസ്റ്റിലെ ലാസ്റ്റ് കാര്യം ബെഡ്ഷീറ്റ്സ്, ബ്ലാങ്കറ്റ്സ് ഒക്കെയാണ്. ജസ്റ്റ് ഒരു പേര് കയ്യിലിരിക്കുന്നത് നല്ലതായിരിക്കും, ബെഡ്ഷീറ്റ്സ് ആൻഡ് ബ്ലാങ്കറ്റ്സ്. പിന്നീട് നമുക്ക് ആവശ്യത്തിന് മേടിക്കാം. അപ്പൊ ഇതാണ് എന്റെ എക്സ്പീരിയൻസിൽ വേണ്ട സാധനങ്ങളുടെ ഒരു ലിസ്റ്റ്. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് ചെയ്ത് എടുത്തോളൂ. എന്റെ ഹാൻഡ് റൈറ്റിംഗ് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലെറ്റ് മീ നോ, ഞാൻ ടൈപ്പ് ചെയ്ത് തരാം കേട്ടോ.